ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? സുഖമാണല്ലോ അല്ലേ? ഇവിടെ നിങ്ങൾക്ക് നല്ല അതിമനോഹരമായ ഒരു അഗ്രികൾച്ചർ ലാൻഡ് പരിചയപ്പെടുത്തി തരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് നമ്പർ 386 ഓക്കെ. അതിമനോഹരമായ അഗ്രികൾച്ചർ ലാൻഡാണ്. അതായത് അടക്കത്തോട്ടം വിറ്റ് തെങ്ങും ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. അത് ഏറ്റവും പരന്ന ഭൂമിയാണ് ഈ ഒരു സ്ഥലം. അതുപോലെ തന്നെ ഇഷ്ടം പോലെ വെള്ളത്തിൻ്റെ ഏരിയയും കൂടിയാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയുന്നത്, ഇത് കൃഷി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു സ്ഥലം കൂടിയാണ്. കൂടാതെ ഇത് ഏറ്റവും ബെറ്ററാവുക ഹിന്ദുക്കൾക്കാണ്. ഹിന്ദുക്കളിൽ ബ്രാഹ്മണർക്ക് ഏറ്റവും ഉചിതമായ ഒരു തോട്ടവും അതുപോലെ തന്നെ വീടുമാണ്. കാരണം പഴയ മോഡൽ മാളികപ്പുരയാണ് ഇതിൽ വരുന്നത്. അത് ഇതിൻ്റെ അവസാനം കാണിച്ചു തരാം. അത് നമുക്ക് ഈ ഒരു തോട്ടം കാണാം. അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള ടൗണിൽ നിന്നും വെറും 3.5 കിലോമീറ്റർ മാത്രം ദൂരം നീരഹളി എന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കണ്ടല്ലോ, എന്താ നല്ല അതിമനോഹരമായ ഈ ഒരു കാലിസ്ഥലം ഉണ്ടല്ലോ. ഈ കുറച്ച് കാലിസ്ഥലം ഇതിൽ ഉൾപ്പെടുന്നതല്ല. പിന്നെ ഇതിൻ്റെ അങ്ങേയറ്റം കാണുന്ന അടക്കാത്തോട്ടം ഇങ്ങനെ റൗണ്ടായിട്ടാണ് വരുന്നത്. ഈ ഒരു കാലി സ്ഥലം മാത്രം ഇതിൽ ഉൾപ്പെടുന്നില്ല. ഏകദേശം 60 സെൻറ്റ് സ്ഥലം ഇതിൽ ഉൾപ്പെടുന്നില്ല. ഇതിൻ്റെ അങ്ങേയറ്റം കാണുന്ന ഈ സ്ഥലവും അതുപോലെ തന്നെ ഇങ്ങനെ റൗണ്ടായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. പിന്നെ ബാക്കിയൊക്കെ ഇതിൽ ഉൾപ്പെട്ടതാണ്. ഇവിടെ നമുക്ക് 2000-ഓളം കവുങ്ങും അതുപോലെ തന്നെ 70 തെങ്ങുമാണ് ഉള്ളത്. 70-ൽ 60 എണ്ണം കായ്ഫലം തരുന്നതാണ്. കൂടാതെ ചിക്കു അതുപോലെ തന്നെ വാഴ, മറ്റു മരങ്ങളൊക്കെ ഇവിടെ അടങ്ങിയിരിക്കുന്നു. ഇത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. അതുപോലെ തന്നെ കുമ്പള റെയിൽവേ സ്റ്റേഷൻ 13 കിലോമീറ്റർ മാറിയിട്ടും, അതുപോലെ തന്നെ മംഗലാപുരം ടൗണ് 34 കിലോമീറ്ററും മംഗലാപുരം എയർപോർട്ട് 39 കിലോമീറ്ററും ദൂരപരിധിയിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ടാർ റോഡിൽ നിന്ന് 300 മീറ്റർ മാത്രം മാറി റഫ് റോഡാണ്. അത് പഞ്ചായത്ത് റോഡാണ്. ഇതൊരു നല്ല ഒരു ലൊക്കേഷനും കൂടിയാണ്. ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു തോട് ഇതിലുണ്ട്. വെള്ളം ഒഴിച്ചാൽ ഏത് മതസ്ഥർക്കും പറ്റുന്ന ഒരു അഗ്രികൾച്ചർ ലാൻഡാണ്. എന്നാൽ പോലും ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഈ ഒരു സ്ഥലം ബെറ്റർ ആവുക ബ്രാഹ്മണർക്കാണ്. കാരണം ഇതിൽ അടങ്ങുന്ന വീട് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇത് പഴയ മോഡൽ വീടാണ്, മാളികപ്പുരയാണ്. ഓക്കെ, ഇത് കണ്ടല്ലോ, നല്ല പരന്ന ഭൂമിയാണ്. ഓക്കെ, പിന്നെ ഇഷ്ടംപോലെ വെള്ളത്തിൻ്റെ ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിലവിൽ ഒരു കിണറുണ്ട്, 2 കുളവും കൂടിയുണ്ട്. ഓക്കെ, കണ്ടല്ലോ ഈ ഒരു അടക്കമരം നിൽക്കുന്നതിൻ്റെ ലെവൽ കണ്ടല്ലോ. പിന്നെ ഇത് ഒരുപാട് പഴക്കമുള്ള ഒരു അടക്കമരമൊന്നുമല്ല, ഒരു മീഡിയം പ്രായത്തിലുള്ള അടക്കമരമാണ്. ഓക്കെ, നല്ല ഇൻകമൊക്കെയുള്ള അടക്ക തോട്ടമാണിത്. ഇതിൽ ഇടത്തൈ അടക്കം 2200-ഓളം അടക്കമരമാണ് ഇവിടെ ഉള്ളത്.
അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ അറിയാലോ, 62 38 63 24 17. മറ്റൊരു നമ്പർ 81 57 07 33 70. അത് ഞാൻ ടൈപ്പിങ്ങിലൂടെയും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെ വരുന്നത് സ്ഥലം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 3 ഏക്കർ 46 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, 3 ഏക്കർ 46 സെൻറ്റ് സ്ഥലം. പിന്നെ ഇവിടത്തേക്ക് സ്വന്തം പ്രോപ്പർട്ടിക്ക് ഇറങ്ങുന്ന റോഡ് കുറച്ച് ഇറക്കമുള്ളതാണ്. അത് സ്വന്തം പ്രോപ്പർട്ടിക്ക് ഇറങ്ങുന്ന റോഡാണ്. പഞ്ചായത്ത് റോഡൊക്കെ ലെവലാണ്. അതിൽ നിന്ന് സ്വന്തം പ്രോപ്പർട്ടിക്ക് ഇറങ്ങുന്ന റോഡ് കുറച്ചും ചെരിവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഏറ്റവും നന്നാവുക ബ്രാഹ്മണർക്കാണ്. അവരാണല്ലോ ഏറ്റവും കൃഷി ആഗ്രഹിക്കുന്നവർ, അവരാണ്. പിന്നെ അവരെ കഴിച്ചിട്ടാണ് ബാക്കി ഏത് ആൾക്കാരും കൃഷിയെ സ്നേഹിക്കുന്നത്, അവരെ കഴിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവർക്കാണ് ഏറ്റവും ബെറ്റർ ഈ ഒരു വീടും ഈ ഒരു അടക്കാത്തോട്ടവും. പിന്നെ ഏത് മതസ്ഥർക്കും ഇത് സ്വന്തമാക്കാവുന്നതാണ്. പക്ഷെ കൃഷിയോട് ആഗ്രഹിക്കുന്നവർ ആയിരിക്കണം. അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് ഏറ്റവും നല്ലൊരു സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ